ഹലോ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ നട്ടിരിക്കുന്ന കുറച്ച് ചെടികളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോ സൈഡിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് കുറച്ച് ചെടികൾ അകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ സമ്മർ ആകുമ്പോൾ മാത്രമാണ് ചെടികൾ പുറത്തെടുത്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിനി ഓരോ ചെടികളായിട്ട് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അലോവേരയാണിത്. സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് വിൻഡോ സൈഡിലോട്ട് ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുവാണ്. ഇതിൽ നിന്നും തന്നെ ഞങ്ങൾ 2 തൈ വേറെ മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെടിയും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സീസി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫുൾ നെയിം സമീകുൽക്കാസ് സമീഫോലിയ എന്നാണ്. നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയാണിത്. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ചട്ടിയിൽ നിന്ന് മാറ്റി നട്ട അലോവേര പ്ലാന്റ്സിൽ ഒരെണ്ണം. ഇതാണ് മാറ്റി നട്ടതിൽ 2ാമത്തെ തൈ. പിന്നെ ഇത് തുളസിയാണ്. ഇപ്പോൾ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ. മുൻപ് 4-5 ചട്ടികളിലായിട്ട് കുറച്ചധികം തുളസി ഉണ്ടായിരുന്നതാണ്. ഈ ചെടി പനിക്കൂർക്കയാണ്. ഞങ്ങളുടെ തമിഴ് ഫ്രണ്ട്സ് കർപ്പൂരവല്ലി എന്നാണ് പനിക്കൂർക്കയെ പറയുന്നത്. കർപ്പൂരവല്ലി, നവര എന്നൊക്കെ ഇതിന് പറയും. ഇത് ഒന്ന് പിടിച്ചു കിട്ടിയാൽ നന്നായിട്ട് പടർന്ന് പന്തലിക്കുന്ന നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെ അടുത്തത് മണി പ്ലാന്റ് ആണ്. വളരെ ചെറിയൊരു ചട്ടിയിലാണ് മണി പ്ലാന്റ് ഞങ്ങൾ നട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മുഴുവൻ വളഞ്ഞു ചുറ്റി കിടക്കുകയാണ് മണി പ്ലാന്റ്. ഇതുകൂടാതെ കറിവേപ്പിലയും കൂടെ ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നട്ട ചെടികളിൽ വളർത്തിയെടുക്കാൻ വളരെയധികം പാടുപെട്ടൊരു ചെടിയാണ് കറിവേപ്പില. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് കറിവേപ്പില മാത്രം ഞങ്ങളെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ്.
ഇനി അടുത്തത് ഞങ്ങൾ ബാൽക്കണിയിൽ ഇത്തവണ നട്ട കുറച്ച് ചെടികൾ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കറിവേപ്പില. ഇപ്പോൾ കുറച്ച് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കുറച്ച് ഇലകളൊക്കെ ഇതിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഒട്ടും തന്നെ ഇലകളൊന്നും ഇല്ലായിരുന്നു. ഈ ചട്ടികളിലായിട്ട് നട്ടിരിക്കുന്നത് ഒന്ന് ക്യാബേജും ഒന്ന് കോളിഫ്ലവറുമാണ്. 2-3 ചട്ടികളിലായിട്ടാണ് ഞങ്ങളിത് നട്ടിരിക്കുന്നത്. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഇല ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിലേതാണ് ക്യാബേജ്, ഏത് ചട്ടിയിലാണ് കോളിഫ്ലവർ നട്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇതായിട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരിനം ചീരയാണ്. റെഡ് ചാഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റെഡ് കളറിലാണ് ഇതിൻ്റെ സ്റ്റെം ഇരിക്കുന്നത്. റെഡ് ചാഡിൻ്റെ ചെടിയും ഞങ്ങൾ 2-3 ചട്ടികളിലായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ടൊമാറ്റോ പ്ലാന്റ് ആണ്. ഞങ്ങൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് നടുന്ന ഒരു ചെടിയാണ് ടൊമാറ്റോ പ്ലാന്റ്. ഞങ്ങൾക്കിവിടെ എല്ലാ വർഷവും 4-5 മാസം മാത്രമാണ് ഇതുപോലെ ചെടികളൊക്കെ നടാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ മഞ്ഞ് പെയ്തു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ ബാൽക്കണിയിലുള്ള ചെടികൾ എല്ലാം തന്നെ പോകും. പിന്നെ നമുക്ക് ഇൻഡോർ നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കറിവേപ്പില മാത്രം ഞങ്ങൾ അകത്തെടുത്ത് വെക്കും. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ കൊച്ചു അപ്പാർട്ട്മെൻറ്റിലെ ചെടികൾ.